ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗിൻ്റെ വീഡിയോ ലെക്ചറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൗണ്ടേഷൻ 2 പാർട്ടായിട്ടാണ് എടുക്കുന്നതെന്ന്. പാർട്ട് 1 നമ്മൾ ഇൻട്രൊഡക്ഷനും ഷാലോ ഫൗണ്ടേഷനും ഡിസ്കസ് ചെയ്തായിരുന്നു. ഇന്ന് ഡീപ്പ് ഫൗണ്ടേഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് 1 ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. വീഡിയോ ലിങ്ക് മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കാം. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ മോസ്റ്റ് പോപ്പുലർ ഡീപ്പ് ഫൗണ്ടേഷൻ ഫോർ ബിൽഡിംഗ് ഈസ് പൈൽ ഫൗണ്ടേഷൻ, വെൽ ഫൗണ്ടേഷൻ, സ്ട്രാപ്പ് ഫൗണ്ടേഷൻ, ഗ്രില്ലേജ് ഫൗണ്ടേഷൻ. അപ്പോൾ ഈ ഓപ്ഷൻ തന്നിരിക്കുന്നതിൽ നമുക്ക് സ്ട്രാപ്പ് ഫൗണ്ടിങ്ങും പിന്നെ ഗ്രില്ലേജ് ഫൗണ്ടേഷനും എന്താണെന്ന് നമുക്കറിയാം. അത് നമ്മൾ ഷാലോ ഫൗണ്ടേഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി അറിയാത്തത് പൈൽ ഫൗണ്ടേഷനും വെൽ ഫൗണ്ടേഷനുമാണ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഡീപ്പ് ഫൗണ്ടേഷൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമുക്ക് നോക്കാനുള്ളത്. ഡീപ്പ് ഫൗണ്ടേഷൻസിൻ്റെ ടൈപ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ആദ്യത്തെ ടൈപ്പാണ് പൈൽ ഫൗണ്ടേഷൻ. അപ്പോൾ ഈ പൈൽ ഫൗണ്ടേഷൻ എന്താണെന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ കോമൺ ആയിട്ട് ബിൽഡിങ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡീപ്പ് ഫൗണ്ടേഷൻ ആണ് പൈൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു സ്യൂട്ടബിൾ ഡെപ്തിൽ ബെയറിംഗ് സ്ട്രാറ്റ അവൈലബിൾ അല്ലെങ്കിൽ നമുക്കൊരു ലോ ലെവലിലോട്ട് ലോഡ് ട്രാൻസ്ഫർ ചെയ്യേണ്ട കേസസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ഡീപ്പ് ഫൗണ്ടേഷനാണ് ഈ പൈൽ ഫൗണ്ടേഷൻ. അപ്പോൾ ഈ പൈൽ ഫൗണ്ടേഷൻ നമുക്ക് ഏത് മെറ്റീരിയൽ വെച്ചിട്ട് വേണോ കാസ്റ്റ് ചെയ്യാം. ടിമ്പർ, കോൺക്രീറ്റ്, സ്റ്റീൽ, അപ്പോൾ ഏത് വെച്ചിട്ട് വേണോ നമുക്ക് പൈൽ ഫൗണ്ടേഷൻ കാസ്റ്റ് ചെയ്യാം. അടുത്ത ടൈപ്പ് ഓഫ് ഡീപ്പ് ഫൗണ്ടേഷൻ ആണ് പിയർ ഫൗണ്ടേഷൻ. അപ്പോൾ ഈ പിയർ ഫൗണ്ടേഷൻ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഈ ഫ്ലൈ ഓവറിന് വേണ്ടി കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ഫൗണ്ടേഷനാണ് ഈ പിയർ ഫൗണ്ടേഷൻ. അപ്പോൾ ഈ ഫ്ലൈ ഓവർ എന്ന് വെച്ചാൽ എന്താണ്? ബ്രിഡ്ജ് ഓവർ എ റോഡ്. അപ്പോൾ റോഡിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ ബ്രിഡ്ജ് കാണും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഫ്ലൈ ഓവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പിയറും പൈലും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈൽ ഫൗണ്ടേഷൻ എൻബെയറിങ്ങും ഫ്രിക്ഷനും വഴി ലോഡ് ട്രാൻസ്ഫർ ചെയ്യും. അതൊക്കെ എന്താണെന്ന് നമുക്കിനി വഴിയെ പറയാം. അപ്പോൾ പക്ഷേ ഈ പിയർ ഫൗണ്ടേഷൻ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എൻബെയറിങ് വഴി മാത്രമേ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. അതുപോലെ പിയർ ഫൗണ്ടേഷൻ്റെ ഡെപ്ത് കുറവാണ് കമ്പയർഡ് ടു പൈൽ ഫൗണ്ടേഷൻ. പിന്നെ നമ്മൾ ഇതിൽ ഓർത്തിരിക്കേണ്ട കാര്യം സ്യൂട്ടബിൾ ഡീപ്പ് ഫൗണ്ടേഷൻ ഫോർ ബ്ലാക്ക് കോട്ടൺ സോയിൽ, അത് പിയർ ഫൗണ്ടേഷനാണ്. ബ്ലാക്ക് കോട്ടൺ സോയിൽസ് അതൊന്നൊരു എക്സ്പാൻസീവ് സോയിലാണ്. അപ്പോൾ അതിൽ കൊടുക്കാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ഫൗണ്ടേഷൻ ഉണ്ട്. അപ്പോൾ അതിലൊരു ടൈപ്പാണ് ഈ പിയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ആണ് വെൽ ഫൗണ്ടേഷൻ. ആദ്യമേ ഒരു കാര്യം പറയാം, വെൽ ഫൗണ്ടേഷൻ നമുക്ക് ബിൽഡിങ്സിന് വേണ്ടി യൂസ് ചെയ്യത്തില്ല. വെൽ ഫൗണ്ടേഷൻ ബിൽഡിങ്ങിന് യൂസ് ചെയ്യത്തില്ല. പിന്നെ എവിടെയാണ് കൊടുക്കുന്നത്? സ്യൂട്ടബിൾ ഫൗണ്ടേഷൻ ഫോർ ബ്രിഡ്ജസ് ഓവർ എ വാട്ടർ ബോഡി. വാട്ടർ ബോഡീസിലാണ് നമ്മൾ യൂഷ്വലി വെൽ ഫൗണ്ടേഷൻ കൊടുക്കുന്നത്. നമുക്ക് എപ്പോഴും ഈ വെൽ ഫൗണ്ടേഷൻ സർക്കുലർ ഷേപ്പിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കണം. ഈ വെൽ ഫൗണ്ടേഷൻ്റെ ഡയമീറ്റർ കമ്പയർഡ് ടു ഈ പൈൽ ആൻഡ് പിയർ ഫൗണ്ടേഷൻ വളരെ വലുതായിരിക്കും വെൽ ഫൗണ്ടേഷൻ്റെ ഡയമീറ്റർ. ഇനി നമുക്ക് നോക്കാനുള്ളത് നെസസിറ്റി ഓഫ് പൈൽ ഫൗണ്ടേഷൻ, അതായത് ഏതൊക്കെ സാഹചര്യത്തിലാണ് നമുക്ക് പൈൽ ഫൗണ്ടേഷൻ കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. ആദ്യത്തത് വെൻ സബ്സോയിൽ ഈസ് വെരി വീക്ക് ആൻഡ് ദ ലോഡ്സ് ആർ ഹെവി. ഇപ്പം നമ്മുടെ സബ്സോയിൽ എന്ന് വെച്ചാൽ എന്താണ്? ഫൂട്ടിംഗ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ്റെ ലോവർ പാർട്ടാണ്. സബ്സോയിലുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഫൗണ്ടേഷൻ്റെ ലോവർ പാർട്ടിനെയാണ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫൂട്ടിങ്ങിന് തൊട്ട് താഴെയുള്ള സോയിലാണ് സബ്സോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സബ്സോയിൽ വീക്ക് ആണെങ്കിലും അതുപോലെ ഈ സ്ട്രക്ചറിലോട്ട് വരുന്ന ലോഡ്സ് ഹെവി ലോഡ് ആണെങ്കിലും ആ ഒരു കേസിൽ നമ്മൾ പൈൽ ഫൗണ്ടേഷൻ കൊടുക്കാറുണ്ട്. ഇനി നമ്മുടെ ബെയറിംഗ് സ്ട്രാറ്റം ഒരു ലോ ലെവലിലാണ് ബെയറിംഗ് സ്ട്രാറ്റം ഉള്ളതെങ്കിൽ നമുക്ക് അത്രയും ഡെപ്തിലോട്ട് നമുക്ക് സ്പ്രെഡ് ഫൂട്ടിംഗ് കൊടുക്കുന്നത് എക്കണോമിക്കൽ അല്ല. അപ്പോൾ ആ കേസിൽ നമ്മൾ പൈൽ ഫൗണ്ടേഷൻ കൊടുക്കാം. പിന്നെ ടു റെഡ്യൂസ് സെറ്റിൽമെൻറ്റ്, ടു ട്രാൻസ്ഫർ ലോഡ്സ് ത്രൂ ഡീപ്പ് വാട്ടർ ഓർ സോഫ്റ്റ് സോയിൽ ടു എ ഫേം സ്ട്രാറ്റ. അപ്പോൾ സോഫ്റ്റ് സോയിൽ അല്ലെങ്കിൽ വാട്ടർ സ്ട്രക്ചേഴ്സ് അവിടെയൊക്കെ നമുക്ക് ലോഡ് ട്രാൻസ്ഫർ ചെയ്യേണ്ട കേസസിൽ പൈൽ ഫൗണ്ടേഷൻ കൊടുക്കും. ടു റെസിസ്റ്റ് ഹൊറിസോണ്ടൽ ലോഡ്സ് ആൻഡ് അപ്ലിഫ്റ്റ് ലോഡ്സ് ഇൻ എക്സ്പാൻസീവ് സോയിൽ. അപ്പോൾ എക്സ്പാൻസീവ് സോയിലിൽ നമ്മൾ പൈൽ ഫൗണ്ടേഷൻ കൊടുക്കും. അപ്പോൾ എക്സ്പാൻസീവ് സോയിലിൽ അണ്ടർറീംഡ് പൈലാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് പൈൽ ഫൗണ്ടേഷൻ കൊടുക്കേണ്ട സാഹചര്യങ്ങൾ. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വരാം. ലാസ്റ്റ് 2 ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. എന്തുകൊണ്ടാണ്? അത് രണ്ടും ഷാലോ ഫൗണ്ടേഷൻസ് ആണ്. പിന്നെ വരുന്നത് പൈൽ ഫൗണ്ടേഷനും വെൽ ഫൗണ്ടേഷനും. അപ്പോൾ വെൽ ഫൗണ്ടേഷൻ നമ്മൾ ബിൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കത്തില്ല. ബിൽഡിങ്ങിന് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഡീപ്പ് ഫൗണ്ടേഷൻ ഏതെന്നാണ് പറഞ്ഞത്? പൈൽ ഫൗണ്ടേഷൻ ആണ്.
ബെയറിംഗ് പൈൽ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഹാർഡ് സ്ട്രാറ്റം, വാട്ടർ, എബോവ് ഗ്രൗണ്ട് ലെവൽ, നൺ ഓഫ് ദീസ്. അപ്പോൾ നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രിക്ഷൻ പൈൽ, ബെയറിംഗ് പൈൽ, എൻ ബെയറിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്താണ് നമുക്ക് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് പൈൽസ് ബേസ്ഡ് ഓൺ ലോഡ് ട്രാൻസ്ഫർ. അപ്പോൾ ഒരു സ്ട്രക്ചറിൽ വരുന്ന ലോഡ് സബ്സോയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡ്സ് വെച്ചിട്ട് പൈൽസിനെ മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, എൻ ബെയറിംഗ് പൈൽസ് ആൻഡ് ഫ്രിക്ഷൻ പൈൽ. അപ്പോൾ ആദ്യം നമുക്ക് എൻ ബെയറിംഗ് പൈൽ എന്താണെന്നാണ് നോക്കാനുള്ളത്. ഇവിടെ വരുന്ന ലോഡ്, അതായത് പൈൽ ക്യാപ്പിലോട്ട് വരുന്ന ലോഡ് നമ്മൾ ഒരു റീസണബിൾ ഡെപ്തിൽ ഹാർഡ് സ്ട്രാറ്റ അല്ലെങ്കിൽ ഒരു ബെഡ് റോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസിലാണ് നമ്മൾ എൻ ബെയറിംഗ് പൈൽ യൂസ് ചെയ്യുന്നത്. അതായത് ഈ പൈലിൻ്റെ പൈൽ ടിപ്പ് അല്ലെങ്കിൽ ബോട്ടം വഴിയാണ് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഇവിടെ എന്താ വേണം, ഒരു റീസണബിൾ ഡെപ്തിൽ നമുക്കൊരു ഹാർഡ് സ്ട്രാറ്റ അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ ഈ പൈലിനെ നമ്മൾ പോയിന്റ് ബെയറിംഗ് പൈൽ എന്നും വിളിക്കാറുണ്ട്. അടുത്ത ടൈപ്പാണ് ഫ്രിക്ഷൻ പൈൽസ്. ഇവിടെ നമുക്കൊരു റീസണബിൾ ഡെപ്തിൽ ഹാർഡ് സ്ട്രാറ്റ ഉണ്ടാവത്തില്ല. സോ ഇവിടെ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് പൈലും സോയിലും തമ്മിലുള്ള സ്കിൻ ഫ്രിക്ഷൻ വഴിയാണ് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. യൂഷ്വലി ഇത് നമ്മൾ ഗ്രാനുല സോയിലാണ് ഈ ഫ്രിക്ഷൻ പൈൽസ് യൂസ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ ഫ്ലോട്ടിംഗ് പൈൽ എന്നും വിളിക്കാറുണ്ട്. കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് പൈൽ ഇത് രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷനാണ്. അതായത് കമ്പൈൻഡ് എൻ ബെയറിംഗ് ആൻഡ് ഫ്രിക്ഷൻ പൈലായിരിക്കും നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. അത് എൻ ബെയറിംഗ് വഴിയും ലോഡ് ട്രാൻസ്ഫർ ചെയ്യും, ഫ്രിക്ഷൻ വഴിയും ലോഡ് ട്രാൻസ്ഫർ ചെയ്യും. So bearing pile is situated in option A, hard strata. For the construction of flyovers in sandy soils, the type of foundation provided is dash, strap footing, raft footing, combined footing, pier footing. അപ്പോൾ ഇതും നമ്മൾ തുടക്കത്തിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ്, ഫ്ലൈ ഓവേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഡീഫൗണ്ടേഷൻ ഏതായിരുന്നു, പിയർ ഫൂട്ടിംഗ് ആയിരുന്നു ഫ്ലൈ ഓവേഴ്സിന് വേണ്ടി കൊടുക്കുന്നത്. ഈ സ്ട്രാപ്പ് ഫൂട്ടിംഗ്, റാഫ് ഫൂട്ടിംഗ്, കമ്പൈൻഡ് ഫൂട്ടിംഗ് എല്ലാം നമ്മൾ കഴിഞ്ഞ ഫൗണ്ടേഷൻ എഞ്ചിനീയറിൻ്റെ പാർട്ട് 1 ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. The foundation most suitable for bridges, raft foundation, stepped foundation, mat foundation, well foundation. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്, ബ്രിഡ്ജിന് കൊടുക്കുന്ന ഫൗണ്ടേഷൻ ഏതാണ്, വെൽ ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ ഈ റാഫ്റ്റ് ഫൗണ്ടേഷൻ്റെ തന്നെ വേറൊരു പേരാണ് മാറ്റ് ഫൗണ്ടേഷൻ. അപ്പോൾ ഈ നെയിംസ് ഒക്കെ നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കുക. The cased pile which is provided with a bulb filled with concrete at its lower end is known as fender pile, Frangi pile, McArthur pile, none of these. അപ്പോൾ ഇതൊക്കെ മിക്കവാറും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഈ ലോവർ എൻഡിൽ ബൾബുള്ള പൈൽ ഏതാണ്, കേസ്ഡ് പൈൽ ഏതാണ്, അൺകേസ്ഡ് പൈൽ ഏതാണെന്നൊക്കെ സ്ഥിരം മിക്കവാറും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കിതെല്ലാം എന്താണെന്ന് നോക്കാം ആദ്യം. ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈല് ഡിഫറെൻറ്റ് മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് കാസ്റ്റ് ചെയ്യാം. കോൺക്രീറ്റ്, പിന്നെ ടിമ്പർ, കാസ്റ്റ് അയൺ, പിന്നെ കോമ്പോസിറ്റ് പൈലുണ്ട്. അപ്പോൾ ഈ കോൺക്രീറ്റ് പൈലിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, കാസ്റ്റ് ഇൻസിറ്റു പൈൽ ആൻഡ് പ്രീ കാസ്റ്റ് പൈൽ. കാസ്റ്റ് ഇൻസിറ്റു പൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഇത് സൈറ്റിൽ വന്ന് കാസ്റ്റ് ചെയ്യുന്നതാണ് കാസ്റ്റ് ഇൻസിറ്റു പൈൽ. പ്രീ കാസ്റ്റ് എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ കാസ്റ്റ് ചെയ്ത പൈലിനെ കൊണ്ടുവന്നിട്ട് ഇൻസേർട്ട് ചെയ്യുന്നതാണ് പ്രീ കാസ്റ്റ് പൈൽ എന്ന് പറയുന്നത്. പ്രീ കാസ്റ്റ് പൈൽ മിക്കവാറും പ്രീ സ്ട്രെസ്ഡ് പൈലൊക്കെ ആയിരിക്കും. ഇനി ഈ കാസ്റ്റ് ഇൻസിറ്റു പൈലിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഡ്രിവൺ പൈൽ ആൻഡ് ബോർഡ് പൈൽ. അപ്പോൾ ഈ ഡ്രിവൺ പൈൽ വീണ്ടും കേസ്ഡ് പൈൽ, അൺകേസ്ഡ് പൈൽ എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബോർഡ് പൈലിൽ വരുന്നതാണ് പ്രഷർ പൈൽസ്, പെഡസ്റ്റൽ പൈൽ, അണ്ടർ റീംഡ് പൈൽസ്. അപ്പോൾ ഇതെല്ലാം ഈ കേസ്ഡ്, അൺകേസ്ഡ്, പ്രഷർ അതെല്ലാം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്കിനി കാസ്റ്റ് ഇൻസിറ്റു പൈലിലെ കേസ്ഡ് പൈലിനെ കുറിച്ചാണ് ആദ്യം പഠിക്കുന്നത്. കേസ്ഡ് പൈലിൽ തന്നെ 2 പൈൽസ് വരുന്നുണ്ട്, റെയ്മൺ പൈൽ ആൻഡ് മെക്കാർദർ പൈൽ. അപ്പോൾ ആദ്യം നമുക്ക് റെയ്മൺ പൈലാണ് നോക്കുന്നത്. ഈ റെയ്മൺ പൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടുത്തെ പ്രത്യേകത, കേസ്ഡ് ആയതുകൊണ്ട് നമ്മൾ പൈല് കൺസ്ട്രക്ട് ചെയ്ത് വയ്ക്കുന്ന കേസിങ് അതുപോലെ തന്നെ പൈലിൻ്റെ കൂട്ടത്തിൽ നിൽക്കും. അപ്പോൾ ഈ ഒരു പൈൽ എന്ന് പറയുന്നത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റീൽ മാൻഡ്രിലാണ്. അപ്പോൾ ഒരു സ്റ്റീൽ മാൻഡ്രിലിൻ്റെ സഹായത്തോടു കൂടി ഇൻസേർട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പൈലാണ് റെയ്മൺ പൈൽ എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടെ ഈ ഷെല്ലാണ് ഇവിടുത്തെ കേസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിംഗ് ഈ ഒരു റിക്വയർഡ് ഡെപ്തിൽ പൈൽ ഒരു റിക്വയർഡ് ഡെപ്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റീൽ മാൻഡിൽ കൊളാപ്സ് ആവും. അപ്പോൾ അതിനെ കൊളാപ്സ് ചെയ്ത് പുറത്തോട്ട് എടുക്കും. ആ ഷെല്ല് അവിടെ തന്നെ അതുപോലെ നിൽക്കും. അപ്പോൾ അതാണ് ഇവിടെ ഒരു കേസിംഗ് കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റീൽ മാൻഡിൽ ഒരു ടേപ്പേർഡ് ഷേപ്പാണ്. അത് ടോപ്പ് ഡയമീറ്റർ 40 to 60 സെൻറ്റിമീറ്ററും ബോട്ടം ഡയമീറ്റർ 20 to 30 സെൻറ്റിമീറ്ററാണ് വരുന്നത്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് പൈലാണ് മെക് ആർതർ പൈൽ. അപ്പോൾ ഈ മെക് ആർതർ പൈലൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് ടൈപ്പ് ഓഫ് കേസ്ഡ് പൈൽ വിത്ത് ബോട്ടം എൻലാർജ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് കാണാൻ പറ്റുന്നില്ല, പക്ഷേ ബോട്ടം എൻലാർജ്മെൻ്റ് ഉള്ള കേസ്ഡ് പൈലാണ് മെക് ആർതർ പൈൽ എന്ന് പറയുന്നത്. നമ്മൾ റെയ്മണ്ട് പൈല് ഒരു സ്റ്റീൽ മാൻഡ്രലിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇൻസേർട്ട് ചെയ്തത്. എന്നെങ്കിൽ ഈ മെക് ആർതർ പൈൽ വരുന്നത് സ്റ്റീൽ കോറിൻ്റെ സഹായത്തോടു കൂടി ഇൻസേർട്ട് ചെയ്യുന്ന പൈലാണ്, കേസ്ഡ് പൈലാണ് ഈ മെക് ആർതർ പൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റീൽ കോർ ആകുമ്പോഴത്തേക്ക് ഇവിടെ യൂണിഫോം ഡയമീറ്റർ ആയിരിക്കും ഉണ്ടാകുന്നത്. ടോപ്പ് ഡയമീറ്ററും ബോട്ടം ഡയമീറ്ററും സെയിം ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് അൺകേസ്ഡ് കാസ്റ്റ് ഇൻസിറ്റു പൈലാണ്. അതിൽ ആദ്യത്തെ ടൈപ്പാണ് സിംപ്ലക്സ് പൈൽ. സിംപ്ലക്സ് പൈൽ നമുക്ക് സോഫ്റ്റ് സോയിലും ഹാർഡ് സോയിലും കൊടുക്കാൻ പറ്റും. അതുപോലെ ഇതിനെ പറയുന്ന അഡീഷണൽ പൈൽ യൂസ് ടു ഇംപ്രൂവ് ബെയറിംഗ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യാൻ കൊടുക്കുന്ന അഡീഷണൽ പൈലാണ് സിംപ്ലക്സ് പൈൽ. അപ്പോൾ ഇതിൻ്റെ കാസ്റ്റിംഗ് പ്രോസസ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മളൊരു സ്റ്റീൽ ട്യൂബിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ പൈൽ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റീൽ ട്യൂബിൽ ഒരു കാസ്റ്റ് അയൺ ഷൂ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കോൺക്രീറ്റ് എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം ഈ കോൺക്രീറ്റ് ഒന്നും ഡാമ്പ് ചെയ്ത് പോവാണ്ട് ഇങ്ങനെ തന്നെ നിൽക്കുന്ന രീതിയിൽ പതുക്കെ സ്റ്റീൽ ട്യൂബിനെ നമ്മൾ റിമൂവ് ചെയ്യും. സോ ഇതെന്താണ് അൺകേസ്ഡ് പൈലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കേസിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. അടുത്തത് ഫ്രാങ്കി പൈലാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈപ്പ് ഓഫ് കേസ്ഡ് പൈൽ വിത്ത് ബോട്ടം എൻലാർജ്മെന്റ് വരുന്നതാണ് മെക് ആർതർ പൈൽ. അതുപോലെ അൺകേസ്ഡ് പൈൽ വിത്ത് ബോട്ടം എൻലാർജ്മെന്റ് വരുന്ന പൈലാണ് ഫ്രാങ്കി പൈൽ. ഇത് ഗ്രാനുലർ സോയിലാണ് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഒരു സ്റ്റീൽ ഷെല്ലുണ്ട്, അതിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റീൽ ഷെല്ല് കൊടുത്ത് കോൺക്രീറ്റ് എല്ലാം ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഒരു ഡ്രോപ്പിംഗ് ഹാമർ വെച്ചിട്ട് ഈ കോൺക്രീറ്റിനെ നല്ലതുപോലെ ടാമ്പ് ചെയ്യും. അപ്പോഴാണ് ഇവിടെ ഒരു എൻലാർജ്മെൻറ്റ് വരുന്നത്, ബോട്ടത്തിലൊരു എൻലാർജ്മെൻറ്റ് വരും. സോ ഇതൊരു സ്പ്രെഡ് ഫൂട്ടിംഗ് പോലെ അവിടെ ആക്ട് ചെയ്യും. ഇവിടെ വന്നിട്ട് ഒരു ലാർജർ എൻലാർജ്മെൻ്റ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പതുക്കെ നമ്മൾ ഈ സ്റ്റീൽ ഷെല്ലിനെ നമ്മൾ റിമൂവ് ചെയ്യും. അപ്പോൾ ഇതാണ് ഈ ഫ്രാങ്കി പൈലിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. അടുത്തതാണ് വൈബ്രോ പൈൽ. അപ്പോൾ നമ്മളിപ്പോൾ ഈ സോഫ്റ്റ് ഗ്രൗണ്ടൊക്കെ ആണെങ്കിലാണ് ഈ വൈബ്രോ പൈൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു വൈബ്രേറ്റിംഗ് ഡിവൈസിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ പൈൽ കാസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ വൈബ്രോ പൈൽ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ബോർഡ് പൈൽസ് ആണ്. അപ്പോൾ നമ്മൾ ഡ്രിവൺ പൈൽസ് എല്ലാം നോക്കിയായിരുന്നു. ഡ്രിവൺ പൈൽ ആകുമ്പോഴത്തേക്കും എന്താണ്, അപ്പം ആ ഒരു കേസിങ് നമ്മൾ ഡ്രിവൺ ചെയ്താണ് പോകുന്നത്. ബോർഡ് പൈൽ ആകുമ്പോൾ ഓൾറെഡി നമ്മളൊരു ബോർ ഹോള് കൺസ്ട്രക്ട് ചെയ്തിട്ട് അങ്ങോട്ടത്തേക്കാണ് പൈൽ കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോർഡ് പൈൽസിൽ ആദ്യത്തേതാണ് പെഡസ്റ്റൽ പൈൽ. അപ്പോൾ നമ്മൾക്കൊരു റീസണബിൾ ഡെപ്തിൽ തന്നെ ഒരു തിൻ ബെയറിംഗ് സ്ട്രാറ്റം റീച്ച് ചെയ്യുവാണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പൈലാണ് ഈ പെഡസ്റ്റൽ പൈൽ. അതുപോലെ നമ്മുടെ കാസ്റ്റിംഗ് പ്രോസസ്സിനും ഇൻസേർഷൻ പ്രോസസ്സിനും സ്റ്റീൽ കോറ് യൂസ് ചെയ്യുന്ന പൈലാണ് ഈ പെഡസ്റ്റൽ പൈൽ എന്ന് പറയുന്നത്. അടുത്തത് പ്രഷർ പൈലാണ്. അപ്പം നമുക്ക് ഈ ഒരു കൂടുതൽ വൈബ്രേഷൻ ഒന്നും കൊടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടാവും. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രഷർ വെച്ചിട്ട് പ്രഷറിൻ്റെ സഹായത്തോടു കൂടിയാണ് പൈലിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്ന പൈലാണ് ഈ പ്രഷർ പൈൽ എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയാണ് നോയ്സും വൈബ്രേഷനൊന്നും പറ്റാത്ത ഇടങ്ങളിലാണ് നമ്മൾ ഈ പ്രഷർ പൈല് ഉപയോഗിക്കാറ്. ഇനി ലാസ്റ്റിലത്തെ ബോർഡ് പൈലാണ് അണ്ടർ റീംഡ് പൈൽ. ഇത് ബോർഡ് കാസ്റ്റ് ഇൻസിറ്റു പൈലാണ് ഈ അണ്ടർ റീംഡ് പൈൽ. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിയർ ഫൂട്ടിങ് നമ്മൾ എക്സ്പാൻസീവ് സോയിലാണ് കൊടുക്കുന്നതെന്ന്. അതുപോലെ എക്സ്പാൻസീവ് സോയിലിൽ കൊടുക്കുന്ന ഒരു പൈലാണ് അണ്ടർ റീംഡ് പൈൽ. നമ്മൾ എപ്പോഴും കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു എക്സ്പാൻസീവ് സോയിലാണ് ഈ ബ്ലാക്ക് കോട്ടൺ സോയിൽ. അപ്പോൾ ഈ ബ്ലാക്ക് കോട്ടൺ സോയിലൊക്കെ യൂസ് ചെയ്യുന്ന പൈലാണ് അണ്ടർ റീംഡ് പൈൽ. അപ്പോൾ ഈ അണ്ടർ റീംഡ് പൈലിൽ നമുക്ക് ഇങ്ങനെ ഒരു ബൾബ് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ അണ്ടർ റീം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ബൾബിൻ്റെ ഈ പൈലിൻ്റെ ഡയമീറ്റർ ഡി ആയിട്ട് നമ്മൾ പൈലിൻ്റെ ഡയമീറ്റർ എടുത്തു കഴിഞ്ഞാൽ ഈ ബൾബിൻ്റെ ഡയമീറ്റർ
2.5 ടൈംസ് ഡയമീറ്റർ, ഇവിടുത്തെ പൈൽ സ്റ്റെമ്മിൻ്റെ ഡയമീറ്ററിൻ്റെ 2.5 ടൈംസ് ആയിരിക്കും ബൾബ് ഡയമീറ്റർ വരുന്നത്. ഇനി ചിലപ്പോൾ നമ്മൾ ഒരു അണ്ടർറീമേ കൊടുക്കത്തുണ്ടായിരിക്കത്തുള്ളൂ, ചിലപ്പം മൾട്ടി അണ്ടർറീംഡ് പൈൽസ് കാണാം, അതായത് കുറച്ചധികം ബൾബ്സ് കാണാൻ പറ്റും. അങ്ങനെയുള്ള പൈൽസിൽ 2 ബൾബ് തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, ആ സ്പേസിങ്, സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ് എന്ന് പറയുന്നത് 1.5 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ബൾബിൻ്റെ ഡയമീറ്ററിൻ്റെ 1.5 ടൈംസ് ആയിരിക്കും 2 അഡ്ജസൻറ്റ് ബൾബ് തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിൽ 1.5 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് പൈൽ സ്റ്റെം എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ മിക്കവാറും ഓപ്ഷനിൽ അങ്ങനെ ആയിരിക്കും കാണുന്നത്. പക്ഷേ ആക്യുറേറ്റ് ആയിട്ടുള്ളത് ഏതാണ്? 1.5 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ബൾബാണ് വരുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഓപ്ഷൻസ് അനുസരിച്ച് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഈ അതായത് എക്സ്പാൻസീവ് സോയിലൊക്കെ വെയറിംഗ് കപ്പാസിറ്റി കുറവായിരിക്കുമല്ലോ. സോ ഈ അണ്ടർറീംഡ് പൈൽസ് നമ്മൾ ഒരു ബൾബ് കൊടുക്കുന്ന കാരണം ആ സോയിലിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി നമുക്ക് 50% ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. അതായത് ഒരു ബൾബ് കാരണം എത്രയാണ് കൂടുന്നത്? 50% ബെയറിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ഉണ്ടാകുന്നത്. നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വരാം. ദ കേസ്ഡ് പൈൽ വിച്ച് ഈസ് പ്രൊവൈഡഡ് വിത്ത് എ ബൾബ് ഫിൽഡ് വിത്ത് കോൺക്രീറ്റ് അറ്റ് ഇറ്റ്സ് ലോവർ എൻഡ് ഈസ് നോൺ ആസ്. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ലാർജർ ബോട്ടം എൻലാർജ്മെൻ്റ് ഉള്ള പൈലിലാണ് 2 കേസ്ഡിലും പറഞ്ഞായിരുന്നു, അൺകേസ്ഡ് പൈലിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൺകേസ്ഡ് പൈലിൽ അത് ഫ്രാങ്കി പൈലായിരുന്നു, കേസ്ഡ് പൈലിൽ ഏതായിരുന്നു? മെക് ആർതർ പൈലായിരുന്നു. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ഫ്രാങ്കി പൈലും ഉണ്ട്, മെക് ആർതർ പൈലും ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ തിരിഞ്ഞു പോകാതെ നോക്കുക, ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് തന്നെ വായിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ധൃതിയിൽ വായിക്കുമ്പോൾ ഇനി അൺകേസ്ഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതാനും ആകും. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ച് ആൻസർ ചെയ്യുക. Which type of piles are commonly recommended for safe and economical foundation in black cotton soil? Sheet pile, bearing pile, underreamed pile, friction pile. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഈ ഓപ്ഷനിൽ തന്നിരിക്കുകയാകുമ്പോൾ തന്നെ അറിയാം ബ്ലാക്ക് കോട്ടൺ സോയിൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പൈൽ ഏതായിരുന്നു? ഓപ്ഷൻ സി അണ്ടർറീംഡ് പൈലാണ്. അപ്പോൾ ഓപ്ഷനിൽ നമുക്ക് പിയർ ഫൂട്ടിങ് ഒന്നും ഇല്ല. സോ നമുക്ക് ഏതാണ് എഴുതാൻ പറ്റുന്നത്? ഓപ്ഷൻ സി അണ്ടർറീംഡ് പൈലാണ് ഇവിടെ ആൻസർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ അണ്ടർറീംഡ് പൈലിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഓർക്കുക, പൈൽ സ്റ്റെമ്മിലും ബൾബ്സ് ഉള്ളതാണ് അണ്ടർറീംഡ് പൈൽ. ബോട്ടത്തിൽ മാത്രമാണെങ്കിൽ കേസ്ഡ് അൺകേസ്ഡ് വരുമ്പോഴത്തേക്കും കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെയാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് നോക്കുക സ്റ്റെമ്മിലുണ്ടോ എന്ന്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ദ പൈൽസ് വിച്ച് ആർ ഡ്രിവൺ അറ്റ് ആൻ ഇൻക്ലിനേഷൻ ടു റെസിസ്റ്റ് ലാർജ് ഹൊറിസോണ്ടൽ ഓർ ഇൻക്ലൈൻഡ് ഫോഴ്സസ് ആർ കാൾഡ് ഷീറ്റ് പൈൽസ്, കോമ്പാക്ഷൻ പൈൽസ്, ഫ്രിക്ഷൻ പൈൽസ്, ബാറ്റർ പൈൽസ്. അപ്പോൾ നമുക്കിനി പൈൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട് ബേസ്ഡ് ഓൺ ദെയർ ഫങ്ഷൻ. അപ്പോൾ അതിൽ വരുന്നതാണ് ഈ ഷീറ്റ് പൈൽ, കോമ്പാക്ഷൻ, ബാറ്റർ പൈലൊക്കെ. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് പൈൽസ് ബേസ്ഡ് ഓൺ ഫങ്ഷൻ ആണ്. അപ്പോൾ ഇതിൽ വരുന്ന ഈ പേരുകളെല്ലാം നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ആദ്യത്തത് കോമ്പാക്ഷൻ പൈലാണ്. സോ കോമ്പാക്ഷൻ ഓഫ് ഗ്രാനുലർ സോയിൽ. ആങ്കർ പൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഡോക്സ് ആൻഡ് ഹാർബർ ഉണ്ടല്ലോ, അപ്പോൾ അവിടുത്തെ ഡോക്സിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ ആങ്കർ പൈൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഈ അപ്ലിറ്റ് ഫോഴ്സ്, വിൻഡ് ഫോഴ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും അവിടെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് ഈ ആങ്കർ പൈൽ. ഇനി അടുത്ത ഷീറ്റ് പൈൽ എന്ന് പറഞ്ഞാൽ ടു റെസിസ്റ്റ് ഫ്ലോ ഓഫ് സോയിൽ ആൻഡ് വാട്ടർ ബോഡി. ഇനി ഫെൻഡർ പൈൽ നമ്മൾ കോസ്റ്റൽ ഏരിയനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് ഈ ഫെൻഡർ പൈൽ. നമ്മുടെ ഈ ഷിപ്പൊക്കെ വന്നിട്ട് ഈ കോസ്റ്റൽ ഏരിയാസിൽ ലാർജ് ഇമ്പാക്റ്റ് കൊടുക്കും. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ അവിടെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് ഈ ഫെൻഡർ പൈൽ എന്ന് പറയുന്നത്. ഇനി ബാറ്റർ പൈൽ നമ്മളൊരു ഇൻക്ലിനേഷനിൽ കൊടുക്കുന്നതാണ് ബാറ്റർ പൈൽ. സോ ഇത് റെസിസ്റ്റ് ചെയ്യുന്നത് ലാറ്ററൽ ഫോഴ്സും ഇൻക്ലൈൻഡ് ഫോഴ്സും ആണ്. ഇനി അടുത്ത ടെൻഷൻ പൈലാണ്. ഈ ടെൻഷൻ പൈൽ നമുക്ക് വരുന്ന ഈ സ്ട്രക്ചേഴ്സിൽ ടെൻസൈൽ ഫോഴ്സ് വരുമല്ലോ, അതായത് ഇപ്പോൾ ഈ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ ഓവർ ടേണിംഗ് മൂവ്മെൻറ്റ് കാരണം എന്തെങ്കിലും അപ്ലിറ്റ് ഫോഴ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും അപ്പോൾ അങ്ങനെയുള്ള സ്ട്രക്ചറിൽ ആങ്കർ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ടെൻഷൻ പൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് 3 പേരുകളാണ്: ഫെൻഡർ പൈൽ, ബാറ്റർ പൈൽ, ആങ്കർ പൈൽ. അപ്പോൾ ഈ 3 പേരെങ്കിലും നിങ്ങൾ ക്ലിയർ ആയിട്ട് ഓർത്തു വെച്ചാൽ മതി. അതിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണ്, എന്ത് വരുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ പൈൽസ് ഉപയോഗിക്കുന്നതെന്ന് ഓർത്തു വെച്ചിരുന്നാൽ മതി. അപ്പോൾ
അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് എന്താണ്? ദ പൈൽസ് വിച്ച് ആർ ഡ്രിവൺ ആൻഡ് ആൻ ഇൻക്ലിനേഷൻ ടു റെസിസ്റ്റ് ലാർജ് ഹൊറിസോണ്ടൽ ഓർ ഇൻക്ലൈൻഡ് ഫോഴ്സസ് ഓർ കാൾഡ്. അപ്പോൾ ഒരു ഇൻക്ലിനേഷനിൽ കൊടുക്കുന്ന പൈലാണ് ടു റെസിസ്റ്റ് ഹൊറിസോണ്ടൽ ഓർ ഇൻക്ലൈൻഡ് ഫോഴ്സസ്. അപ്പോൾ ഇതിൽ ഇൻക്ലിനേഷനിൽ കൊടുക്കുന്ന പൈൽ ഏതാണ്? ഷീറ്റ് പൈലല്ല, കോമ്പാക്ഷൻ പൈലല്ല, ഫ്രിക്ഷൻ പൈലല്ല, ബാറ്റർ പൈൽ ഓർ ബാറ്റൺ പൈലാണ് നമ്മൾ ഇൻക്ലിനേഷനിൽ കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ടു റെസിസ്റ്റ് ഹൊറിസോണ്ടൽ ഓർ ഇൻക്ലൈൻഡ് ഫോഴ്സസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.